just a woman. Help me believe in what I could be and all that I am. Praise the Lord. Greetings to you all in the matchless name of our Lord and Savior Jesus Christ. 2024 8 മാസം നമ്മെ വിട്ട് കടന്നുപോയി. ഇത്രത്തോളം നടത്തിയ ദൈവത്തെ നമുക്ക് സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യാം. ഈ 9ാം മാസത്തിന്റെ ആദ്യ ദിവസം തന്നെ ദൈവം തന്ന പ്രോമിസ് വേർഡ് എന്റെ സഹോദരിമാരുമായി പങ്കുവയ്ക്കുവാൻ എന്റെ ദൈവം എനിക്ക് തന്ന സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എന്നെ ഏൽപ്പിച്ചത് ഇയ്യോബ് 23:10. എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തുവരും. ഈ വാക്യത്തിൽ നിന്ന് 3 കാര്യങ്ങൾ എടുത്ത് ചിന്തിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ ചിന്ത, നടക്കുന്ന വഴി. ഇതിന്റെ 8, 9 നമ്മൾ വായിക്കുകയാണെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ഇയ്യോബിനെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. പക്ഷെ അവന് ഒരു ദൃഢനിശ്ചയമുണ്ടായിരുന്നു, ഞാൻ കാണുന്നില്ലെങ്കിലും എന്നെ കാണുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടി ഉണ്ട് എന്നുള്ളത്. ഇയ്യോബ് 23:11 ഇയ്യോബ് തന്നെ പറയുന്നു, എന്റെ കാലടി അവന്റെ ചുവട് തുടർന്നു ചെല്ലുന്നു. Job was focused on him and him alone. In Psalms 119 verses 105 says, your word is a lamp to my feet and a light to my path. നമ്മുടെ ജീവിതത്തിലും നാം എപ്പോഴും ഓർക്കേണ്ടതും ഇത് തന്നെയാണ്. നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ നമ്മെ കണ്ട ഒരു ദൈവം, നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് വെളിച്ചവുമായി നാം നടക്കുന്ന വഴി അറിയുന്ന ഒരു ദൈവം നമ്മെ പരിപാലിക്കും. രണ്ടാമതായി ഞാൻ ചിന്തിച്ചത്, ശോധന കഴിച്ചാൽ. നമ്മെ ട്രയൽസ് തന്ന് നമ്മെ നടത്തുന്നതിന് നമ്മുടെ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ആ വിഷയം, അതിന്റെ ഒരു എക്സാമ്പിൾ പറയാം. എനിക്ക് ട്രയൽസ് വരുന്നതിന് മുന്നമേ തന്നെ എന്നെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ബലപ്പെടുത്തി എന്നെ എക്യൂപ്പ് ചെയ്തതിന് ശേഷം മാത്രമാണ് എന്നിലൂടെ എനിക്ക് അതിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. He will equip you before the trials and he will be with you when you go through that trials. He will take you through that trials to experience him and to become more mature and closer to him. He is sending us through this trial for his glory to be revealed. ദൈവത്തിന്റെ മഹത്വം ദൈവം മറ്റാർക്കും വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ വേണ്ടി മാത്രമാണ് നമ്മളെ അതിലൂടെ കടത്തിവിടുന്നത്. മൂന്നാമതായി ഞാൻ ചിന്തിച്ചത്, പുറത്ത് വരും. ഹിസ് സർട്ടൻ അബൌട്ട് ഇറ്റ്. ദൈവം നമ്മെ എക്യൂപ്പ് ചെയ്ത് അതിൽ തളരാതെ പുറത്തു വരുമെന്ന പൂർണ്ണ ധൈര്യം പിതാവിനുണ്ട്. എത്ര ചൂട് കൂടുന്നുവോ അത്രത്തോളം നാം പ്യുവർ ആയിത്തീരും. നമുക്ക് തരുന്ന ശോധനയിൽ നമുക്ക് സമാധാനം ലഭിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ കരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മളെ അങ്ങനെ പ്യുവർ ചെയ്ത് നാം അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ വേണ്ടി മാത്രമാണ്. പല വിധത്തിൽ നമുക്ക് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാം. നമുക്ക് അനേകർക്ക് സഹായഹസ്തങ്ങളെ നീട്ടാം. നമ്മൾ കടന്നുപോകുന്ന പ്രയാസങ്ങളിലൂടെ കടന്നുപോകുന്ന അനേകർക്ക് നമുക്ക് സഹായഹസ്തം നീട്ടി അവരെ സഹായിക്കാം. നമുക്ക് നല്ലൊരു ലിസണറായി തീരാം. അനേകർക്ക് പല വിഷയങ്ങൾ ആരോട് പറയണം, എങ്ങനെ സംസാരിക്കണം, അത് പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി ഒരു ചെവി കൊടുക്കാം. നമുക്ക് അവരുടെ പ്രയാസങ്ങളെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. അത് നമ്മൾ കടന്നുപോയ വിഷയങ്ങളാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ അത് ചെയ്യുവാൻ സാധിക്കും. ഈ ദിവസങ്ങളിൽ നമ്മെ തന്നെ താഴ്ത്തി ഞാൻ എന്ന ഭാവം കളഞ്ഞ് നമ്മുടെ ഓരോ കാൽച്ചുവടും അറിയുന്ന ദൈവം നമ്മെ വീണ്ടെടുത്ത് ശോധന ചെയ്ത് നമ്മെ ശുദ്ധീകരിച്ച് നിലനിർത്തിയ നമ്മുടെ പിതാവിന് മലാഖി 2:3 അവസാന ഭാവം പറയുന്ന പോലെ നീതിയിൽ നമുക്ക് വഴിപാട് കഴിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. എന്റെ സ്നേഹം നിറഞ്ഞ IRC സിസ്റ്റേഴ്സിന് അനുഗ്രഹിക്കപ്പെട്ട ഒരു സെപ്റ്റംബർ മാസം ആശംസിച്ചുകൊണ്ടും എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ടും എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രൈസ് ഗോഡ്.